ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു ഗെയിം തന്നെ ലേറ്റ് മൊബൈൽ തന്നെയാണ് കളിക്കുന്ന ഗെയിംസ് മാത്രമല്ല, ഇന്ന് ഞാൻ പകുതി സന്തോഷത്തിലും പകുതി വിഷമത്തിലുമാണ് ഗെയ്സ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിലേ ഇതെടുത്തിട്ട് നമ്മുടെ സ്റ്റോറിൽ പോയിട്ട് കുറേ ജിംസ് കൊടുത്തിട്ട് കുറേ പ്ലേസിനെ വാങ്ങിച്ചു ഗെയ്സ്. പക്ഷെ അത് വാങ്ങിച്ചപ്പോൾ ഞാൻ റൊണാൾഡോയെ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഗെയ്സ്. റൊണാൾഡോ നസീറോയെ കിട്ടുമെന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. അങ്ങനെ ഇവിടെ എൻ്റെ ജിംസ് 24 ഉണ്ടായിരുന്നു ഗൈസ്. അതിപ്പോൾ കണ്ടില്ലേ 5 ആയി. എന്തൊരു കഷ്ടമെന്ന് പറയാം ഗൈസ്. ശേ ഓ ഗൈസ്, എന്നാലും അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്ലേസിനെ ഞാൻ അറിയാതെ കിട്ടിയ പ്ലേസിനെ വെച്ചിട്ട് ഓട്ടോ ബിൽഡ് കൊടുത്തു. അന്നേരം നമ്മുടെ ടീമിൻ്റെ ഇത് 98 മാറി 100 ആയി ഗൈസ്. 100 അപ്പോൾ കണ്ടോ, എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കണ്ടോ നല്ല പ്ലേയേഴ്സിനെ ഇവരെല്ലാം എടുത്ത് മാറ്റി. അതുപോലെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്ത് ഇവിടെ വെച്ചു. ഞാൻ പിന്നെ ഓർത്ത് റൊണാൾഡോ എടുത്ത് വെക്കുവാണെങ്കിൽ എന്തായാലും ടീമിൻ്റെ ഗ്രോത്ത് കുറയും. ഇല്ലെന്ന് ഞാൻ വെച്ച് നോക്കട്ടെ ഗൈസ്. കണ്ടോ ഗൈസ്, 99. അപ്പോൾ വേണ്ട ഗൈസ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ടോ, ഈ പ്ലെയറിനെ ഞാൻ എങ്ങനെ എനിക്ക് 2 എണ്ണം കിട്ടിയെന്നറിയാവോ? ഈ പ്ലെയറിനെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പൈസ കൊടുത്ത് പിന്നെ വാങ്ങിച്ച ആ പ്ലെയറിനെ തന്നെയാണ് കിട്ടിയത്. അതും സെയിം ഇത് തന്നെ. എന്താണ് ഈ സെയിം ലെവൽ തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് അത്രയും ജിംസ് നഷ്ടമായിപ്പോയി. ഒരു 2-3 ജിംസ് നമുക്ക് 4-5-6 കൊണ്ടാണ് നമുക്ക് നഷ്ടമായിപ്പോയി ഗൈസ്. അതുപോലെ ഇന്നത്തെ വീഡിയോ എനിക്ക് എന്ത് കളിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. നമ്മുടെ ബെക്കാമിൻ്റെ ക്രോണിക്കിൾസ് കഴിഞ്ഞ വീഡിയോ കൂടെ എൻഡ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് അറിഞ്ഞുകൂടാ ഏതാ കളിക്കേണ്ടതെന്ന്. നമുക്കെന്തായാലും ഫുട്ബോൾ സെൻറ്ററിൽ പോവാം, എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം കളിക്കാം. നമുക്ക് പെർമർ ലീഗ് കളിക്കാം ഗൈസ്. പെർമർ ലീഗ് കളിക്കാം. ഓക്കെ, മാഞ്ചസ്റ്റർ സിറ്റി. ഇപ്പോൾ ഹാളൻ്റൊക്കെ വരും ഗൈസിനകത്ത്. നമ്മുടെ ടീം ഹാളൻ്റ് ഗൈസ്. എന്നാലും എനിക്ക് ഇതില്ലടാ, വിഷമമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടീമിൻ്റെ ഗ്രോത്ത് കൂടിയില്ല. മാത്രം വിഷമം ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രയും ജിംസ് പോയി. പിന്നെന്താണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ല ഗൈസ്, ഞാനതങ്ങ് ആശ്വസിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ റൊണാൾഡോ ഉണ്ടല്ലോ. വെക്കായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് പോകത്തില്ലല്ലോ. നമ്മുടെ കൈ ഇരിപ്പുണ്ടല്ലോ. അതിൻ്റെ ഒരു ഇതും കൊണ്ട് എനിക്കൊന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്. കാരണം നമ്മുടെ ടീമിൻ്റെ ഗ്രോത്ത് 100 ആയിട്ടുണ്ട്. അതുപോലെ ഗൈസ്, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഗൈസ്, നിങ്ങളുടെ നെയിമും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണ് അവരുടെ നെയിം നമുക്കറിയാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയാണ് ഗൈസ്. ഇതിനകത്ത് എന്നിട്ട് ഹാളൻ്റെ സലയൊക്കെ ഉണ്ട് ഗൈസ്. ഉമർ ടീമി സലാഷ് മുഹമ്മദ് സലയുണ്ട് ഗൈസ്. ഓ ഗൈസ്, ഉമർ ഗോൾ അടിച്ച്. ഓ ഗൈസ്, സ്ട്രൈക്കറാണ് നമ്മുടെ ഹാളൻഡ്. ബാക്കിയുള്ളവരൊക്കെ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ ഗൈസ്, ഇവന്മാരെന്തോ കളിയാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പെർബറിലേക്ക് എന്തായാലും പൊട്ടും, അത് ഉറപ്പാണ്. പൊട്ടും ഗൈസ്. കാരണം ഇപ്പോൾ അമ്മമാർ 1 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്നാലും എന്ന് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും എനിക്കൊരു വിഷമമില്ല. കൊള്ളാം. എടാ, 2ാമത്തെ ഗോൾ അടിച്ചു. ഇനിയും പറയേണ്ട കാര്യമില്ല. എന്താടാ, വീഡിയോ ഗെയിം കളിക്കണം. എന്തോ സ്റ്റൈലാണ് ഗൈസ്. ഓക്കെ, കിക്ക് ഓഫ് കൂടെ. ഓക്കെ, നമ്മുടെ ഹാളൻ്റാണ് ബോൾ കൊണ്ടുവന്നത് ഇപ്പം. ഓക്കെ ഗൈസ്, നമ്മളപ്പം നിങ്ങളൊന്ന് വിചാരിക്കും നിങ്ങൾ പറയുന്നത് ഞാൻ പ്രോയായി, നമുക്ക് എല്ലാവരെയും കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫോർഡിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി നമുക്ക് ഹാളൻഡിനെയും കൂടെ കിട്ടാനുണ്ട്. ഇല്ലേ ഗൈസ്? ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഹാളൻഡിനെ വാങ്ങിക്കാം. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് നോക്കാം ഗൈസ്. ബട്ട് ഗൈസ്, എനിക്ക് നെയ്മർ ജൂനിയറിനെ വാങ്ങിക്കാൻ പൈസയൊക്കെ ഉണ്ട്. ബട്ട് ഗൈസ്, നെയ്മർ ജൂനിയറിനെ നമ്മുടെ
മാർക്കറ്റ് അടിച്ചു കൊടുത്തിട്ട് കിട്ടുന്നില്ല. അല്ലാതെ ഞാൻ നെയ്മർ ജൂനിയറിനെ വാങ്ങിക്കോടാ, ഉറപ്പാ. എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ട്, നല്ല ലെവലുള്ള വാങ്ങിക്കാൻ. അതിനുള്ള കോയിൻസ് ഉണ്ട് ഗൈസ് നമ്മുടെ കയ്യിൽ. പക്ഷേ നമ്മൾ മാർക്കറ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ നെയ്മർ ജൂനിയറിനെ നമുക്ക് കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാങ്ങിച്ചേനെ. അത് വാങ്ങിക്കുന്നത് ഞാൻ കാണിച്ചേനെ. എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയോ വാങ്ങിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഗൈസ് നമുക്ക് വാങ്ങിക്കാൻ മാക്സിമം നോക്കാം. ഇന്നല്ല ഗൈസ്, ഇന്നിനിയും വീഡിയോ ഒക്കെ ലോങ്ങായി. ഇപ്പം തന്നെ കുറേ ലോങ്ങായി. നമ്മൾ രാവിലെ അതൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയി. ഗൈസ് ഇതിന് നമ്മൾ തോറ്റ കേട്ടോ. നമുക്ക് ഹാളൻഡിനെ വാങ്ങിക്കാൻ നോക്കാം. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് നോക്കാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് സ്റ്റോറിയിൽ നിന്നാണ് കേസ് ഞാൻ അത്രയും പ്ലേസിനെ വാങ്ങിച്ചത്. എന്നാലും ഗൈസ് ഒരു എന്താ പറയുക, ജിംസ് പോയത് എനിക്കൊരു നല്ല വിഷമമുണ്ട്. 2-3 ജിംസ് പോയി. കാരണം ആ പ്ലെയറിനെ തന്നെ പിന്നെയും വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. പിന്നെ റൊണാൾഡോ എടുത്താൽ മാറ്റിയത് നമുക്ക് പിന്നെ സഹിക്കാം. ഹാഫ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ ലിവർപൂളും വിസസ് മാൻ സിറ്റിയാണ്. നമ്മൾ മാൻ സിറ്റിയാണ് ഗേസ്. ബട്ട് ഗേസ് നമ്മുടെ ശരിക്കുള്ളത് എന്താണ്, റിയൽ മാഡ്രിഡാണ്. ഇമാരെ കളി നമുക്ക് എന്തായാലും പൊട്ടിക്കാൻ പറ്റത്തില്ല, ഉറപ്പാ. Okay guys, അവിടെ എന്താ ഫൗൾ ഉണ്ടാ അറിയാ? ഓഫ് സൈഡാണ് ഗൈസ്, ഓഫ് സൈഡാണ്. എന്നാലും ഇനി കഴിഞ്ഞത് കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ പെർമറിലേക്ക് ഒറ്റ മാച്ചേ കളിക്കുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ വീഡിയോയും കുറച്ച് ലോങ് ആയി. നിങ്ങളപ്പോൾ വിചാരിക്കും ഇതിനെക്കാട്ടി ലോങ് വീഡിയോ ഞാൻ നമ്മുടെ ബെക്കാമിൻ്റെ ക്രോണിക്കിൾസ് കളിക്കുമ്പോൾ എടുത്തിട്ടുണ്ടല്ലോ എന്ന്. ബട്ട് ഗൈസ് ഇന്ന് എനിക്കൊരു വലിയ സുഖമില്ലെന്നല്ല ഗൈസ്, ഒരു സന്തോഷം തോന്നുന്നില്ല. ജിംസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ജിംസ് എന്തായാലും 4 എണ്ണം വെറുതെ പോയി. 4 അല്ല, എനിക്കൊന്ന് 3 പ്രാവശ്യം വെറുതെ പോയെന്ന് തോന്നുന്നു. അല്ല 2 പ്രാവശ്യം. 2 പ്രാവശ്യം. ഞാനാണെങ്കിൽ ബ്രസീലിൽ നിന്നൊക്കെ കുറേ പ്ലേസിനെ കിട്ടി കേസ്. അന്നേരം ഞാൻ വിചാരിച്ച് റൊണാൾഡോ നെസറോ ആണെന്ന് വിചാരിച്ച് സന്തോഷിച്ച് വരുമ്പോൾ വേറെ കുറേ പ്ലേസ് ആയിരുന്നു. അവർക്ക് നല്ല ഇതാണ് കേസ്, നല്ല ലെവലാണ് അവർക്ക്. ബട്ട് എനിക്കൊരു റൊണാൾഡോ കിട്ടിയില്ലല്ലോടാ. ഞാൻ അതിന് ഇത്രയും ജിംസ് കളഞ്ഞ റൊണാൾഡോയ്ക്ക്. പക്ഷെ ജിംസ് കളഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് റൊണാൾഡോ കിട്ടിയില്ലല്ലോ. പക്ഷേ കേസ് നമ്മൾ വാങ്ങിക്കും ഒരു നാൾ. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലേ ഒരു നാൾ വാങ്ങിക്കുന്നത്. അതുപോലെ നമ്മുടെ റൊണാൾഡോ നെസറുമായി നമ്മൾ ഒരു നാൾ വാങ്ങിച്ചിരിക്കും. കണ്ടോ നിങ്ങൾ? വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ കേസ് നമ്മൾ വാങ്ങിച്ചിരിക്കും. ഒക്കെ അത്രേ ഉള്ളൂ. ഗൈസ് ഇന്നത്തെ വീഡിയോ എനിക്ക് ആദ്യമൊന്നും പറയാനില്ല, നിങ്ങൾക്കറിയാമല്ലോ കാരണം എന്തോന്ന്. ഓക്കെ മാച്ച് കഴിച്ചാ 87 87 ഗൈസ്. ഇപ്പോൾ കഴിഞ്ഞോളൂ. ഓക്കെ എന്തോ ലോങ് അടിയാണ് നമ്മൾ കളിച്ചത്. ഞാൻ അറിഞ്ഞുകൊണ്ട് അടിച്ചാണ് ഗൈസ്. ത്രോ കിട്ടാൻ നേരം ത്രോ കിട്ടുമ്പോൾ എന്താണ് നമ്മുടെ സമയം പോകും. ഇനിയിപ്പോൾ ത്രോ അറിയുമ്പോൾ സമയം കഴിഞ്ഞു. ഗൈസ് ഇനിയും ത്രോ എടുത്തിട്ട് എന്താണ് കാര്യം? വലിച്ചെറിയാം ഗൈസ്.
ഓക്കെ, നമ്മുടെ കളി കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ കളി ലൂസായിട്ടുണ്ട്. അത് കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ കാരണം അറിയാമല്ലോ, തോക്കാനുള്ള കാരണം. നമ്മൾ കളിക്കുമെന്ന് പറഞ്ഞാൽ നല്ല കിടിലം കളിയായിരിക്കും. ഗൈസ്, നമ്മുടെ ലെവലിൻ്റെ ഇതത്ര നോക്കില്ല. എൻ്റെ കൊടുക്കാൻ ഗൈസ്, എൻ്റെ നമ്മളിനി പിന്നെ കളിക്കുന്നില്ല. യു ആർ ഔട്ടോ. നമ്മൾ ഫെയിലായാലും നമുക്ക് റിവാർഡ് കിട്ടുമോ? ഇത്രയും കോയിൻസ് അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ കണ്ടോ, നമ്മുടെ ഇത് 100 അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഞാൻ അല്ല ഗൈസ്, വാലന്റീനിക്ക് എത്ര? നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് ആരായിരുന്നു അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ഗൈസ്? ഗൈസ്, നമുക്ക് നോക്കാൻ കിട്ടും. പ്ലേസ് കിട്ടത്തില്ല ഇപ്പം. നോ പ്ലേസ് ഫൗണ്ട് കാണിക്കും. അല്ല ഗൈസ്, പ്ലേസ് നോട്ട് ഫൗണ്ട് കാണിക്കും. അല്ല ഗൈസ്, ഉണ്ട്. എടാ, ഹാളൻ്റെ ഉണ്ട് കേട്ടോ. ഇതാണ് 6 ഉണ്ട്. ഇതിന് കൊണ്ടോ ഗൈസ്? 3, 4, 5, 6, 7. ഏറ്റവും കുറഞ്ഞ ഹാളൻ്റെ ഇതാണ്. വേണമെങ്കിൽ നോക്കിപ്പോൾ വാങ്ങിക്കാം. 1, 2, 4, 5, 6, 7 നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം ഗൈസ്. എന്തായാലും വാങ്ങിക്കണില്ല, ഇത് ഭയങ്കര ലെവൽ കുറഞ്ഞാണ്. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് ഗൈസ്? 1, 2, 3, 4. നോക്കപ്പോൾ ഇനി വാങ്ങിക്കുവാണെങ്കിൽ ഏതിനെ വാങ്ങിക്കണം ഗൈസ്? ഏത് ആളിൻ്റെ വാങ്ങിക്കണം? നമുക്ക് ഈ ആളിൻ്റെ ആണെങ്കിൽ കേട്ടെ 3, 4, 5, 6, 7, 8, 9. നമുക്കെന്തായാലും വെച്ചൂടെ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഹാളൻഡിനെ വാങ്ങിക്കാം ഗൈസ്. ഈ ഹാളൻഡിനെ നമുക്ക് വാച്ച് പ്ലെയർ അതിലോട്ട് വാച്ച് ലിസ്റ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. നമ്മുടെ നെയ്മർ ജൂനിയറിനെ അടിച്ചു കൊടുത്താൽ കിട്ടത്തില്ല. ഞാനിത് കുറഞ്ഞായിരുന്നെങ്കിലും കൊടുത്തേനെ ഗൈസ്. ഇല്ല, വാങ്ങിച്ചേനെ ഗൈസ്. കണ്ടോ, കുറേ പ്ലേസിനെയും കിട്ടി ഗൈസ് എൻ്റെ കൂടെ വാങ്ങിച്ചപ്പോൾ. എനിക്ക് ഞാൻ അവരെല്ലാം എടുത്തിട്ട് വിൽക്കട്ടെ. വിറ്റ് സമയം പോവാണെന്ന് തോന്നല്ലോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മുടെ മെയിനായിട്ട് ഞാൻ കാണണമെന്നൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ അടുത്ത വീഡിയോയിലൊന്നും തന്നെ ഇല്ല എന്നുവെച്ചാൽ അങ്ങനല്ല. നമ്മളെന്തായാലും കളിക്കും ഗൈസ്, കളിച്ചിരിക്കും നാളെ. അല്ല ഗൈസ്, അടുത്ത ഈവൻറ്റ് ഞങ്ങൾ ഏതാ കളിക്കേണ്ടതെന്ന് പറ കേട്ടോ. നമ്മളെന്തായാലും കളിക്കുന്നതായിരിക്കും. അതുപോലെ ഗൈസ്, നിങ്ങൾക്ക് ഏതാ കളിക്കേണ്ടതെന്ന് വെച്ചാൽ പറ, അല്ലെങ്കിൽ ഞാൻ തന്നെ വേറെ ഏതെങ്കിലും കളിച്ചോളാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത ഈവൻ്റ് ഏതാണെന്നും കൂടെ ജസ്റ്റ് നിങ്ങൾ പറയുക. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ.